കഞ്ചിക്കോട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ബ്രൂവറി, വൈനറി, ഡിസ്റ്റിലറി, ബോട്ട്ലിംഗ് യൂണിറ്റ് അടക്കമുള്ള സംയോജിത മദ്യനിർമ്മാണശാലയാണ് നിർമ്മിക്കുന്നത്. ജലം വാട്ടർ അതോറിറ്റി നൽകും. പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ആർ അനന്തകൃഷ്ണൻ ആദ്യം ഈ വാർത്തയുമായി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകും, ഉത്തരവ് ഉൾപ്പെടെ. അനന്തൻ, ഈ ആദ്യഘട്ടത്തിൽ ഒരു ബ്രൂവറി തുടങ്ങാൻ പോകുന്നു, അതിനെ ചൊല്ലി അത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ വിവാദങ്ങളാണ് കേട്ടതെങ്കിൽ ഇപ്പോൾ അത് വെറുമൊരു ബ്രൂവറി മാത്രമല്ല എന്നുള്ള കാര്യം ഈ ഉത്തരവിലൂടെ മനസ്സിലാവുകയാണ്. ഈ ഉത്തരവിൽ എന്താണ് സർക്കാർ പറയുന്നത്? മാത്രമല്ല, അത്രമേൽ വെള്ളം കിട്ടാൻ, കുടിവെള്ളം കിട്ടാൻ അത്രമേൽ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്ത് ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതാണ്. അക്ഷയ, വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാരംഭ പ്രവർത്തനത്തിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് കഞ്ചിക്കോട് 600 കോടി രൂപ മുതൽ മുടക്കിയുള്ള പദ്ധതിയാണിത്. ഒയാസിസ് എന്ന കമ്പനിക്കാണ് ഈ നിർമ്മാണ പ്ലാന്റ് തുടങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ സർക്കാർ ബ്രൂവറിക്ക് അനുമതി നൽകി എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. മാത്രമല്ല, പ്രതിപക്ഷവും ആ രീതിയിലാണ് ഇതിനെ ഏറ്റെടുത്തത്. ഇപ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവ് പുറത്തു വരുമ്പോൾ ഇത് വെറുമൊരു ബ്രൂവറി അല്ല, ഇത് വിപുലമായ ഒരു മദ്യനിർമ്മാണ പ്ലാന്റ് ആണ് എന്ന് വ്യക്തമാവുകയാണ്. 4 ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തനാനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ സംയോജിത മദ്യനിർമ്മാണ യൂണിറ്റിൽ 1ാം ഘട്ടം ബോട്ട്ലിംഗ് പ്ലാന്റിനാണ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. 2ാം ഘട്ടം ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, അതായത് മദ്യനിർമ്മാണത്തിന് ആവശ്യമായുള്ള സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് ആണ്. 3ാം ഘട്ടത്തിൽ ബ്രാൻഡി വൈൻ നിർമ്മാണ യൂണിറ്റ്, 4ാം ഘട്ടത്തിൽ ബ്രൂവറി. ഇങ്ങനെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് നൽകാൻ ആധാരമാക്കിയിരിക്കുന്നത് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടാണ്. എക്സൈസ് കമ്മീഷണർ ഈ കമ്പനിയെക്കുറിച്ചും ഈ പ്രോജക്റ്റിനെ കുറിച്ചും പഠിച്ച ശേഷമാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും, ഏതാണ്ട് എല്ലാ വിവരങ്ങളും ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള ഒരു വിശദീകരണ കുറിപ്പ് എന്ന മാതൃകയിൽ കൂടിയാണ് ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിനുള്ള മറുപടി കൂടിയാണ്. അതായത് പ്രധാനപ്പെട്ട ആരോപണം ജലചൂഷണം. അപ്പോൾ ഈ പ്ലാന്റ് വരുമ്പോൾ ജലം അത് വാട്ടർ അതോറിറ്റി നൽകും എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനുള്ള അനുമതിയും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, മഴവെള്ള സംഭരണികൾ ഉണ്ടാകും. റെയിൻ ഹാർവസ്റ്റിംഗ് ആണ് മറ്റൊരു സംഭരണ മാർഗം. അപ്പോൾ ഭൂഗർഭ ജലചൂഷണം നടക്കില്ല എന്ന് എക്സൈസ് കമ്മീഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. മറ്റൊന്ന്, ഇത് വലിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സാമ്പത്തികമായി സർക്കാരിന് നേട്ടമാണെന്നും വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ യൂണിറ്റ് സീറോ എമിഷൻ, അതായത് മാലിന്യം ഒട്ടും ഇല്ലാത്ത യൂണിറ്റ് ആണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അക്ഷയ, ആനന്ദൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് 1999 മദ്യനിർമ്മാണശാലകളെ പറ്റിയുള്ള ഒരു നയമുണ്ടല്ലോ. ആ നയത്തെ ചൊല്ലി ഇതിനിടയിൽ ഒരു കമ്പനിക്കും ഇത്തരത്തിലുള്ള അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ ഈ കമ്പനിക്ക് അനുമതി നൽകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത്. അതിൽ എന്താണ് സർക്കാർ വിശദീകരണം? എന്താണ് പുതിയ മദ്യനയത്തിന്റെ ഭാഗം ആയിട്ട് സംസ്ഥാനത്ത് തന്നെ ഈ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായ, അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായ സ്പിരിറ്റ് അടക്കം നിർമ്മിക്കുക എന്ന പുതിയ മദ്യനയം, ആ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ കമ്പനിയെ പറ്റി പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. അതിനൊപ്പം ഇഡിയുടെ അന്വേഷണം നേരിടുന്ന കമ്പനിയാണ്. പഞ്ചാബിൽ ഇത്തരമൊരു പ്ലാന്റിലൂടെ അവിടെ ഭൂഗർഭ ജല ചൂഷണം നടത്തിയതിന്റെ പേരിൽ കേസുണ്ട്. മാലിന്യ പ്രശ്നം സൃഷ്ടിച്ചതിനും നടപടി നേരിടുന്ന കമ്പനിയാണ്. അപ്പോൾ ഒരുപാട് ആരോപണങ്ങളുള്ള ഈ കമ്പനിയെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ടെൻഡർ ക്ഷണിക്കുകയോ അങ്ങനെ ഒരു നടപടിയുമില്ലാതെ ഏകപക്ഷീയമായി ഈ കമ്പനിയെ ഈ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തതിൽ അഴിമതി ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിന് ഈ ഉത്തരവിൽ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഈ കമ്പനിക്ക് 20 വർഷത്തോളം പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ സമാനമായ പ്ലാന്റുകൾ നടത്തി പരിചയമുള്ള കമ്പനിയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ. ശരി, ഈ വിഷയത്തിന് മേലാണ് അടുത്ത അരമണിക്കൂർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും വെറും ബ്രൂവറി അല്ല കഞ്ചിക്കോട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. നമുക്കിപ്പം അതിഥികളായുള്ളത് രേവതി ബാബു, എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ്. ശിവൻ, നാട്ടുകാരനുമുണ്ട്. ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീമതി രേവതി ബാബു, എപ്പോഴാണ് ഈ ബ്രൂവറിയെ പറ്റി നിങ്ങൾ അറിഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? വെറും ബ്രൂവറി അല്ല എന്നുള്ള കാര്യം ഇന്നിപ്പോൾ ഉത്തരവ് വന്നതിലൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ?
തീർച്ചയായും കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ടാണ് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ മാത്രം നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ജനങ്ങൾക്ക് മൊത്തം ഭീഷണിയാവുന്ന തരത്തിലാണ് ഇത്തരമൊരു കമ്പനി ഇവിടെ വരാൻ പോകുന്നത്. പഞ്ചായത്തുമായിട്ട് യാതൊരു അപേക്ഷയോ അനുമതിയോ ഒന്നുമില്ലാതെയാണ് ഇത്തരം കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജനങ്ങൾ മൊത്തം ആശങ്കയിലാണ്. ഇവിടെ ഒന്നാമത് പഞ്ചായത്ത് ഒരു ഡ്രൈ ഏരിയ ആയിട്ടുള്ള ഒരു മേഖലയാണ്. കിഴക്കൻ മേഖല നമ്മൾ വെള്ളത്തിന്, കുടിവെള്ളത്തിനായാലും കൃഷിക്കായാലും ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഇത്തരം ഒരു സംരംഭം വരുന്നത് വളരെയേറെ ദോഷം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3 ദിവസമായിട്ടാണോ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞത്? പഞ്ചായത്ത് എപ്പോഴാണ് ഇങ്ങനൊരു 2 വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളൊക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? അതെ, പഞ്ചായത്ത് ഔദ്യോഗികമായി അറിഞ്ഞത് മാധ്യമങ്ങളിൽ കൂടെയാണ്. അതിനുശേഷം ഞാൻ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി ഈ ഒയാസിസ് എന്നുള്ള കമ്പനിയുടെ പേര് കേട്ടപ്പോഴാണ് സെക്രട്ടറി പറയുന്നത് 6 മാസം മുൻപ് ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ സെക്രട്ടറിയോട് തിരുവനന്തപുരത്തുനിന്ന് വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നും ഒരു അന്വേഷണം നടത്തിയിരുന്നു അത്രേ. അതായത് ഈ ഒയാസിസ് എന്നുള്ള കമ്പനി നിങ്ങളുടെ പഞ്ചായത്തിൽ വരുന്നതിൽ നാട്ടുകാർക്ക് വല്ല എതിർപ്പോ പരാതിയോ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ പഞ്ചായത്തിന് അങ്ങനെ, നാട്ടുകാർക്കും അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു കമ്പനി വരുന്നത്. അപ്പോൾ നാട്ടുകാരുടെ പരാതി സ്വാഭാവികമായിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് മന്ത്രിസഭ അംഗീകാരം കൊടുത്തപ്പോഴാണ് നാട്ടുകാരും പ്രദേശവാസികൾ മൊത്തം അറിയുന്നത് ഇങ്ങനൊരു കമ്പനി വരുന്നുണ്ട് എന്ന്. പക്ഷേ ഇത് വളരെയേറെ പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്ന ഒരു കമ്പനിയാണ് വരുന്നത്. ഇത്തരം ഒരു കമ്പനി നമ്മുടെ പഞ്ചായത്തിൽ ആവശ്യമില്ല എന്നാണ് പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സാധാരണഘട്ടത്തിൽ പഞ്ചായത്ത് അറിയാതെ തന്നെ ഇങ്ങനെ ഒരു കമ്പനിക്ക് അനുമതി നൽകാനും അവിടെ തുടങ്ങാനും ഒക്കെ സാധിക്കും. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? നടപടിക്രമങ്ങൾ ഏകജാലകം വഴി ഇപ്പോൾ കമ്പനികൾക്ക് നേരിട്ട് അനുമതി വാങ്ങിയെടുക്കാം. ഇത് ഞാനിപ്പം കൃഷി ഓഫീസറുമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കൃഷി ഓഫീസർ പറയുന്നത് നമ്മുടെ LLMCയിൽ 2024 ഒരു അനുമതിക്കായിട്ട് വന്നിരുന്നു. RDOയ്ക്ക് അവർ നേരിട്ട് അനുമതിക്കായിട്ട് കൊടുത്തു. ഒരു 4 ഏക്കറിലോളം സ്ഥലം തരം മാറ്റി ലഭിക്കാനായിട്ട് അനുമതിക്ക് കൊടുത്തു. RDO അത് LLMCക്ക് വിട്ടു. നമ്മളത്, അതായത് പ്രാദേശിക നിരീക്ഷണ സമിതി, ഈ പ്രാദേശിക നിരീക്ഷണ സമിതി ഇത് ഒരു കാരണവശാലും അനുമതി കൊടുക്കാൻ കഴിയില്ല എന്ന് RDOയ്ക്ക് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ RDO അവരുടെ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ RDOയുടെ ഭാഗത്തുനിന്നും അവർക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അതേസമയം വില്ലേജുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് വില്ലേജിൽ ഇത് കഴിഞ്ഞ 2 വർഷം മുൻപ് തന്നെ വില്ലേജിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ഒയാസിസ് എന്നുള്ള കമ്പനിയാണ് എന്നും അതുപോലെ തന്നെ പിന്നെ അവരുടെ 9.6858 ഹെക്ടർ ഭൂമിയാണ് ഉള്ളത് എന്നും എലപ്പുള്ളി വില്ലേജ് 2-ലാണ് ഈ ഒരു സ്ഥലമുള്ളത് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. 7 ഹെക്ടറോളം സ്ഥലം പുരയിടമായിട്ടും 2 ഹെക്ടറോളം സ്ഥലം നിലമായിട്ടുമാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും പുരയിടമായാലും നിലമായാലും അവിടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന, ജലചൂഷണം നടത്തുന്ന ഒരു കമ്പനി ഈ പഞ്ചായത്തിന് ആവശ്യമില്ല എന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാൻ കഴിയുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശിവൻ നാട്ടുകാരൻ കൂടിയാണ്, അദ്ദേഹവും നമുക്കൊപ്പമുണ്ട്. ശിവൻ, അധികം ദൂരമില്ല പ്ലാച്ചിമടയിലേക്ക് ഈ ബ്രൂവറി എന്ന് പറയുന്ന ഈ മദ്യനിർമ്മാണശാല വരുന്ന ഇടത്ത് നിന്നും. അതിനിടയിലാണ് ഈ ഒരു സംഭവം കൂടി. കഴിഞ്ഞ 3 ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ എയറിലുണ്ട്, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാർക്ക് എന്തറിയാം? നിങ്ങളുടെ ആശങ്ക എത്രത്തോളമാണ്? എന്തൊക്കെയാണ്? മാഡം, ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഇന്നലെയാണ് ഈ വാർത്ത വന്ന ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ വലിയൊരു കമ്പനിയാണ് വരുന്നതെന്നും അത് മദ്യ കമ്പനിയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ മാത്രമുള്ള അറിവേ ഉള്ളൂ. മാധ്യമങ്ങളിലൂടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയാൻ പറ്റിയത്. പക്ഷേ ഈ പറയുന്ന സ്ഥലം ഇരിപ്പുകൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കമ്പനി വരുന്നത് നാട്ടുകാർക്ക് അതിശക്തമായ വിരോധമുണ്ട്.
അമർഷമുണ്ട്. ഞങ്ങൾക്ക് യാതൊരു അറിവും ഇതുവരെ കിട്ടിയില്ല. ഇന്നലെയാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ പൂർണ്ണമായും എതിർക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്തൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾ വരുമെന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ആശങ്ക? അല്ല മേഡം, നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് പെപ്സി എന്ന നേരത്തെ വർക്ക് ചെയ്ത കമ്പനി. ആ കമ്പനിയിൽ വേനൽക്കാലം തുടക്കത്തിൽ തന്നെ ആ കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത്, ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന കമ്പനിയാണ്, ആ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ തൊട്ട കർഷകരാണ്. ആ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് വേനൽ തുടക്കത്തിൽ തന്നെ അതിരൂക്ഷമായ വെള്ളത്തിനുള്ള ക്ഷാമം നമ്മുടെ പരിസര കുടിവെള്ളത്തിനും എല്ലാം ഉണ്ടായി. അപ്പോൾ ഈ കമ്പനിയും കൂടി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ 10 മടങ്ങ് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പിന്നെ പൊല്യൂഷൻ, അതിശക്തമായ പൊല്യൂഷനും സാധ്യതയുള്ള സ്ഥാപനമാണ് ഞങ്ങളിപ്പോൾ അറിയാൻ ഇടയായത്. ഇപ്പോൾ ഈ സർക്കാർ ഉത്തരവിറങ്ങുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഗുണമുണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ലെങ്കിലും. ഇല്ല മേഡം, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ഇന്നലെയാണ് നേരത്തെ ഈ സംഭവം ഒരു കോളേജ് എന്തോ വരുന്നു എന്നുള്ള ന്യൂസാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. ഇന്നലെയാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു മദ്യ കമ്പനിയാണ് വരുന്നതെന്നും ഇങ്ങനെയുള്ള പ്രശ്നമുള്ള പ്രോബ്ലമുള്ള കമ്പനിയാണെന്നുള്ള വരാനുള്ള സാധ്യത എന്നുള്ളത് ഞങ്ങൾ അറിയാനിടയത്. നാട്ടുകാരൊക്കെ വളരെ അമർഷത്തിലും അതിശക്തമായ സമരത്തിൻ്റെ മുൻനിരയിലാണ്. ശരി, എന്തായാലും നാട്ടുകാരുടെ ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ശ്രീമതി രേവതി ബാബു, അതായത് നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ ആശങ്ക എന്ത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. എത്രമാത്രം ഈ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സ്ഥലമാണ് കഞ്ചിക്കോട് എന്നൊക്കെ ഉള്ളത് വേറെ ആരും പറഞ്ഞൊന്നും അറിയേണ്ടത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു ആശങ്ക, നിലവിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് സർക്കാരിനെ അറിയിച്ചോ? എക്സൈസ് മന്ത്രിയെയും സർക്കാരിനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞോ? അതെ, തിങ്കളാഴ്ച 20-ാം തീയതി അടിയന്തര ബോർഡ് യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തര ബോർഡ് യോഗം ഒരു പ്രമേയം പാസാക്കി ഗവൺമെൻറ്റിന് നേരിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. കാരണം എലപ്പുള്ളി പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിൽ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതികളൊക്കെ ആയിട്ട് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് 68 ഏക്കറോളം സ്ഥലം കൃഷിഭൂമിയാക്കാൻ, തരിശ് നിലങ്ങൾ കൃഷിഭൂമിയാക്കാൻ സാധിച്ച ഒരു പഞ്ചായത്താണ്. അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ, അത് അന്യം നിന്നു പോയിട്ടുള്ള നെൽകൃഷിയായാലും പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും പൂക്കൃഷി, ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ പൂക്കൃഷി ചെയ്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. 25 ഏക്കറോളം സ്ഥലം. അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണിത്. അതുപോലെ തന്നെ 28ഓളം കൃഷിക്കൂട്ടങ്ങൾ, 5 പഴം ക്ലസ്റ്ററുകൾ, 1 പൂ ക്ലസ്റ്റർ, 17 പാടശേഖര സമിതികൾ, 10 പാൽ സൊസൈറ്റികൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള. രേവതി ബാബു, അതായത് നിലവിൽ ഇപ്പോൾ പറയുന്നത് ഇത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും, ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണല്ലോ പ്രശ്നം എന്ന് പറയുന്നത്. ആ വെള്ളം ജല അതോറിറ്റി എത്തിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്നതിൽ നിങ്ങൾക്ക് അതിന് പ്രായോഗികമായി എന്തെങ്കിലും നോക്കി കാണാനാകുന്നുണ്ടോ? ജല അതോറിറ്റിയുടെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം നമ്മുടെ പഞ്ചായത്തിൽ 50% സ്ഥലത്ത് മാത്രമേ ജല അതോറിറ്റിയുടെ കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി നമ്മുടെ പഞ്ചായത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത പ്രകാരം ഇനിയും 44 കിലോമീറ്റർ ദൂരം ഹൗസ് കണക്ഷൻ ഇടാനുണ്ട്, പൈപ്പ് ലൈൻ ഇടാനുണ്ട്. 2722ഓളം കുടുംബങ്ങൾക്ക് ഇനിയും ഹൗസ് കണക്ഷൻ കൊടുക്കാനുണ്ട്. ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നു. കൂടാതെ എൻ്റെ വാർഡിലാണ്, എലപ്പുള്ളി പഞ്ചായത്തിൽ, ഈ വാട്ടർ അതോറിറ്റിയുടെ ലക്ഷക്കണക്കിന് ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്ക് നിർമ്മിക്കുന്നത്. ആ ടാങ്കിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ടാണ് ആ കരാറുകാരൻ പോയിരിക്കുന്നത്. പൈസ കൊടുക്കാനില്ല. കരാറുകാരന് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് കുടിവെള്ള ടാങ്കിൻ്റെ പ്രവർത്തനം പോലും നിലച്ചു നിൽക്കുന്നു. മാസങ്ങളല്ല, ഏകദേശം 1 വർഷം അടുത്തെത്തി. ഈ ഒരു അവസ്ഥയിൽ കുന്നംകാട്ടുപതി കുടിവെള്ളം ഈ ഭാഗത്ത് ഞാൻ എല്ലാ കുടിവെള്ളത്തിൻ്റെ മീറ്റിങ്ങുകളിലും പറയാറുണ്ട്. കാരണം അവിടുന്ന് വിടുന്ന വെള്ളത്തിൻ്റെ, അതായത് നമ്മൾക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ പാതിയിലേറെ നഷ്ടപ്പെട്ടു പോകുകയാണ്. അത് കാരണം നമ്മളുടെ
റോഡുകൾ തകർന്നു പോകുന്നു, ഗതാഗത സൗകര്യത്തിന് തടസ്സം ഉണ്ടാക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പഞ്ചായത്ത് നിർമ്മിച്ച റോഡുകളൊക്കെ കുഴിയായി ചെളിക്കുളമായി കിടക്കുകയാണ്. ഇതാണ് വാട്ടർ അതോറിറ്റിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഇന്നലെ പാലക്കാട് MP വാർത്താ സമ്മേളനം വിളിച്ചിട്ട് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് ഒരു തരത്തിലും അങ്ങോട്ടേക്ക് പാലക്കാട് കാലുകുത്താൻ പോലും അനുവദിക്കില്ല ഈ കമ്പനി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണോ പഞ്ചായത്തിനും? തീർച്ചയായിട്ടും അതേ നിലപാട് തന്നെ. ഞങ്ങളുടെ MP അടക്കം, അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കം, രമേശ് ചെന്നിത്തല അടക്കം, നമ്മൾ ദേശീയ നേതാക്കളെ വരെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. പ്രാദേശികമായിട്ടും എല്ലാ ജനങ്ങളും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഈ ഒരു വിഷയത്തിൽ ഒന്നിക്കാൻ തയ്യാറായി മുന്നിട്ട് നിൽക്കുകയാണ്. യാതൊരു കാരണവശാലും ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ദോഷം ചെയ്യുന്ന ഈ ഒരു മദ്യ വിപണി ഉണ്ടാകുന്ന തരത്തിൽ, അതായത് ബ്രൂവറീസിൻ്റെ ഒരു വലിയൊരു ബോട്ടിൽ പ്ലാന്റ്, അതുപോലെ സ്പിരിറ്റ്, എത്തനോൾ നിർമ്മാണം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള 4 ഘട്ടത്തിൻ്റെ പ്രവർത്തനമാണ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം ഒരു കമ്പനി പ്രവർത്തിച്ചതിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനി ഇവിടെ വന്നാൽ പാരിസ്ഥിതിക മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മണ്ണും ജലവും സംരക്ഷിക്കുക എന്നുള്ളതാണ് ശിവനോട് കൂടി ഒരിക്കൽ കൂടി, അതായത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന ഈ നിലപാട് അത് തന്നെയാണോ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ അവിടുത്തെ പാടശേഖര സമിതി പ്രസിഡന്റ് അടക്കം ഇന്നലെ സൈറ്റിൽ വന്നു. അവര് തന്നെ ശിവനോടാണ് ചോദിച്ചത്. ഇതില് പഞ്ചായത്ത് അങ്ങയുടെ നിലപാട് അങ്ങ് വ്യക്തമാക്കി കഴിഞ്ഞു. ശിവൻ അങ്ങേക്ക് കേൾക്കാമോ? എന്താ മാഡം മനസ്സിലായില്ല? പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന ഒരു തരത്തിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി കഴിയുന്നു. നാട്ടുകാർ ഒപ്പം തന്നെ ഉണ്ടാകുമോ? 100% പഞ്ചായത്തിൻ്റെ ഒപ്പം ഈ പ്രതിപക്ഷത്തെ നേതാവ് ആ പറയുന്നവരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. ശക്തമായ നാട്ടുകാരും അതിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ സമരമുഖത്തുണ്ടാവും. ശരി, ഒരുപാട് നന്ദി ശ്രീമതി രേവതി ബാബു. ഒപ്പം തന്നെ ശ്രീ ശിവൻ ഈ വിഷയത്തിൽ നാട്ടുകാരുടെ ആശങ്ക, പഞ്ചായത്തിന്റെ ആശങ്കയൊക്കെയാണ് പങ്കുവച്ചത്. ഈ വാർത്തകൾ വന്നതിന് ശേഷം മാത്രമാണ് ഈ വിഷയത്തെപ്പറ്റി അറിഞ്ഞതെന്നും ഒരു തരത്തിലും ഈ കമ്പനി അവിടെ നടത്തിപ്പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് അവർ വ്യക്തമാക്കിയത്. ആശങ്കകളാണ് കുടിക്കാനുള്ള വെള്ളത്തിൽ തുടങ്ങി അവരുടെ ജീവിത വൃത്തിയിൽ വരെ വെള്ളത്തിന്റെ ആവശ്യത്തിലും ഒപ്പം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളിലുമൊക്കെയുള്ള ആശങ്കകൾ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്.